നമസ്കാരം, എല്ലാവർക്കും PSC ടോപ്പറിലേക്ക് സ്വാഗതം. ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 12ാമത്തെ ചാപ്റ്റർ, അതായത് സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും എന്ന് പറയുന്ന ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതായത് സൂര്യപ്രകാശവും കാലാവസ്ഥയും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് സിമ്പിളായിട്ട് പറയുന്ന ഒരു ചാപ്റ്ററാണിത്. 7ാം ക്ലാസ്സിലെ ചാപ്റ്ററാണ്. അപ്പോൾ അതുപോലെയുള്ള കണ്ടൻസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ചാപ്റ്ററാണ്. എന്നാൽ നമുക്ക് കുറച്ചധികം ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുള്ള ചാപ്റ്ററുമാണ്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്ക് കടക്കാം. ഇപ്പോൾ സൂര്യൻ ഊർജ്ജദാതാവ്, അത് നമുക്കറിയാം. സൂര്യൻ ഭൂമിക്ക് ആവശ്യമായ മുഴുവൻ ഊർജ്ജവും പ്രദാനം ചെയ്യുന്ന ആരാണ്? സൂര്യനാണ്. ഭൂമിക്ക് ആവശ്യമായിട്ടുള്ള മുഴുവൻ ഊർജ്ജവും പ്രദാനം ചെയ്യുന്ന ആരാണെന്ന് ചോദിച്ചാൽ സൂര്യനാണ്. സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം സൂര്യരശ്മികളായിട്ട് ഭൂമിയിലെത്തുന്നു. ഇതിനെ സൗരതാപനം എന്ന് വിളിക്കുന്നു, ഇൻസൊലേഷൻ എന്ന് വിളിക്കുന്നു. എന്താണ് ഇൻസൊലേഷൻ അഥവാ സൗരതാപനം? ഭൂമിയിൽ നിന്നുള്ള ഊർജ്ജം ഈ സൂര്യപ്രകാശമായിട്ട് സൂര്യനിൽ നിന്നുള്ള ഊർജ്ജം സൂര്യപ്രകാശമായിട്ട് ഭൂമിയിലെത്തുന്നതിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? ഈ സൗരതാപനം എന്ന് പറയുന്നത്. സൂര്യരശ്മികളായിട്ട് ഭൂമിയിലെത്തുന്നതിനെ സൗരതാപനം എന്ന് വിളിക്കുന്നു. പകൽ സമയത്ത് സൗരതാപനത്തിലൂടെ ഭൂമിയുടെ ഉപരിതലം ചൂടുപിടിക്കുന്നു. നമുക്കറിയാം, പകൽ സമയത്ത് സൗരതാപനത്തിലൂടെ എന്ത് സംഭവിക്കുന്നു? ഭൂമിയുടെ ഉപരിതലം ചൂടുപിടിക്കുന്നു. ചൂടുപിടിച്ച ഭൗമോപരിതലത്തിൽ നിന്നും വിവിധ പ്രക്രിയകളിലൂടെ താപം അന്തരീക്ഷത്തിലേക്ക് വ്യാപിക്കുന്നു. ഇത് ഭൗമോപരിതലം തണുക്കുന്നതിന് ഇടയാകുന്നു. അതായത് ഈ പറയുന്ന സൂര്യരശ്മികളിലെ ചൂട് മൂലം എന്ത് സംഭവിക്കുന്നു? ഭൂമിയുടെ പുറം ഭാഗം ചൂട് പിടിക്കുന്നു. എന്നാൽ ഈ പറയുന്ന താപം തന്നെ വിവിധ രീതിയിലേക്ക് എന്ത് ചെയ്യുന്നു? അന്തരീക്ഷത്തിലേക്ക് റിഫ്ലക്റ്റ് ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ഭൗമോപരിതലം പിന്നീട് തണുക്കുന്നത്. എന്നാൽ അന്തരീക്ഷത്തിലെ മേഘങ്ങളും കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള ഈ പറയുന്ന വാതകങ്ങളും എന്ത് ചെയ്യുന്നു? ഭൂമിയിൽ നിന്നുള്ള താപത്തെ ആഗിരണം ചെയ്യുന്നു. ഇപ്രകാരം ജീവന്റെ നിലനിൽപ്പിന് സഹായകരമായ വിധത്തിൽ ഈ പറയുന്ന അന്തരീക്ഷ താപം നിലനിൽക്കുന്നു. അതായത് എങ്ങനെയാണ് അന്തരീക്ഷ താപം ഭൂമിയിൽ എപ്പോഴും ഒരു ഏകദേശം കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കാനുള്ള കാരണം എന്താണെന്നാണ് പറയുന്നത്. അതായത് സൂര്യരശ്മികളിലൂടെ എത്തുന്ന ഈ ഒരു ഊർജ്ജം എന്ത് ചെയ്യുന്നു? ഈ പറയുന്ന ഭൂമിയുടെ ഉപരിതലത്തെ ചൂട് പിടിപ്പിക്കുന്നുണ്ടെങ്കിലും അതിനുശേഷം ഈ പറയുന്ന ഈ ചൂട് അല്ലെങ്കിൽ ഈ പറയുന്ന രശ്മികൾ എന്ത് സംഭവിക്കുന്നു? റിഫ്ലക്റ്റ് ചെയ്ത് അന്തരീക്ഷത്തിലേക്ക് പോവുകയും അവിടെ കാർബൺ ഡൈ ഓക്സൈഡ് ഒക്കെ അതിനെ തടഞ്ഞു നിർത്തുകയും അങ്ങനെ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള ഒരു പ്രത്യേക അന്തരീക്ഷ താപം നിലനിൽക്കുകയും ചെയ്യുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം, ഒരു ദിവസത്തെ കൂടിയ താപനിലയും അതുപോലെ കുറഞ്ഞ താപനിലയും എപ്പോഴാണെന്ന് നോക്കാം. സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കുറഞ്ഞ താപനില. എന്താണ്? സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്ന താപനില ഏറ്റവും കുറഞ്ഞ താപനിലയും, അതുപോലെ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ കൂടിയ താപനില. ഈ സൂര്യോദയത്തിന് തൊട്ട് മുമ്പ് അനുഭവപ്പെടുന്നത് ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനിലയാണെങ്കിൽ, ഈ ഉച്ച കഴിഞ്ഞ് 2 മണിക്ക് അനുഭവപ്പെടുന്ന താപനിലയാണ് ഒരു ദിവസത്തെ ഏറ്റവും ഉയർന്ന താപനില എന്നുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇനി ഭൗമോപരിതലത്തിൽ എല്ലായിടത്തും സൗരോർജ്ജം ലഭിക്കുന്ന ഒരുപോലെയാണോ? അല്ല. ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ സൂര്യരശ്മികൾ ലംബമായിട്ട് പതിക്കുന്നതിനാൽ ഇവിടെ താപം കൂടുതലാണ്. ധ്രുവങ്ങളിലേക്ക് അടുക്കും തോറും സൂര്യരശ്മികൾ എങ്ങനെയാണ് പതിക്കുന്നത്? ചെരിഞ്ഞ് പതിക്കുന്നതുകൊണ്ട് താപം ക്രമേണ കുറഞ്ഞു വരുന്നു. അതിനാൽ ഓരോ സ്ഥലത്തിൻ്റെയും അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിലെ താപലഭ്യത. എങ്ങനെയാണ്? ഓരോ സ്ഥലത്തിലെയും അക്ഷാംശത്തിന് അനുസൃതമായിട്ടാണ് ഭൂമിയിലെ താപലഭ്യത എന്ന് ഓർത്ത് വയ്ക്കുക. അതായത് നമുക്കറിയാം, ഭൂമധ്യരേഖ പ്രദേശങ്ങളിൽ സൂര്യപ്രകാശം ലംബമായിട്ട് പതിക്കുകയാണെങ്കിൽ ധ്രുവ മേഖലകളിൽ എങ്ങനെയായിരിക്കും? സൂര്യപ്രകാശം ചെരിഞ്ഞാണ് പതിക്കുന്നത്. അതുകൊണ്ട് കൂടുതൽ ദൂരം സൂര്യപ്രകാശം സഞ്ചരിക്കുന്നത് കൊണ്ട് താപം കുറവായിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് ജസ്റ്റ് ഓർത്തു വെക്കുക. ഇവിടെ കാണിച്ചിട്ടുണ്ട് ഉത്തര ധ്രുവം, അതുപോലെ ദക്ഷിണ ധ്രുവം, ആർട്ടിക് വൃത്തം, ഉത്തരായന രേഖ, ഭൂമധ്യരേഖ, ദക്ഷിണായന രേഖ, അന്റാർട്ടിക് വൃത്തമൊക്കെ കാണിച്ചിട്ടുണ്ട്. ജസ്റ്റ് അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇനി അതുപോലെ തന്നെ സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം, അതുപോലെ സമുദ്ര സാമീപ്യം തുടങ്ങിയ ഘടകങ്ങൾ പ്രാദേശിക താപ വ്യതിയാനങ്ങൾക്ക് കാരണമാകാറുണ്ട്. എങ്ങനെയാണ്? ഈ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരം, അതുപോലെ തന്നെ സമുദ്ര സാമീപ്യം, ഇവയൊക്കെ താപനിലയെ കണക്ട് ചെയ്യുന്ന 2 ഫാക്ടേഴ്സ് ആണെന്ന് ഓർത്ത് വയ്ക്കുക. അതായത് സമുദ്രനിരപ്പിൽ നിന്ന് മുകളിലേക്ക് അന്തരീക്ഷ താപം എങ്ങനെയാണ്? ക്രമേണ കുറഞ്ഞു വരുന്നു. അതാണ് ഹിൽ സ്റ്റേഷനിലൊക്കെ അന്തരീക്ഷ താപം കുറഞ്ഞിരിക്കുന്നത്. മൂന്നാർ, വയനാട് തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിൽ നമുക്ക് തണുപ്പ് അനുഭവപ്പെടുന്നു. അതെന്തുകൊണ്ടാണ്? സമുദ്രനിരപ്പിൽ നിന്ന് ഉയരം കൂടുതലായതുകൊണ്ടാണ്. പകൽ സമയത്ത് കടലിൽ നിന്ന് കരയിലേക്കും രാത്രി കാലങ്ങളിൽ എങ്ങനെയാണ്?
തിരിച്ചും വീശുന്ന കാറ്റുകൾ എന്ത് ചെയ്യുന്നു? തീരപ്രദേശങ്ങളിലെ താപനിലയെ നിയന്ത്രിക്കുന്നു. അതായത് പകൽ സമയത്ത് എന്ത് ചെയ്യുന്നു? കടൽക്കാറ്റ് കടലിൽ നിന്ന് കരയിലേക്കും, എന്നാൽ രാത്രി സമയങ്ങളിൽ കരക്കാറ്റ് കരയിൽ നിന്ന് കടലിലേക്കും മൂവ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വീശുന്നത് കൊണ്ട് എന്ത് സംഭവിക്കുന്നു? തീരപ്രദേശങ്ങളിലെ താപനിലയെ അത് നിയന്ത്രിക്കുന്നുണ്ട് എന്നും കൂടെ ഓർത്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാം, എന്താണ് സൗരോർജം? സൗരോർജം ഇടതടവില്ലാതെ ഭൂമിക്ക് ലഭിക്കുന്നുണ്ട്, അത് നമുക്കറിയാം. ഒരു ഉഷ്ണമേഖലാ രാജ്യമായ ഇന്ത്യയിൽ ഈ പാരമ്പര്യേതര ഊർജത്തിന്റെ ഉപയോഗ സാധ്യത ഏറെയാണ്. അപ്പോൾ പഠിക്കണം, സൗരോർജം എന്താണ്? പാരമ്പര്യേതര ഈ പറയുന്ന ഊർജ സ്രോതസ്സാണെന്ന് പഠിച്ചു വയ്ക്കുക. സോളാർ പാനലുകൾ ഉപയോഗിച്ച് സൂര്യപ്രകാശത്തെ വൈദ്യുതോർജ്ജമാക്കി മാറ്റുന്ന സാങ്കേതികവിദ്യ വ്യാപകമാകുന്നതോടെ നമ്മുടെ ഊർജ പ്രതിസന്ധിക്ക് ഏറെ ആശ്വാസമാകും. ഇന്ത്യയുടെ പ്രത്യേകത എന്താണ്? ഏകദേശം ഭൂമധ്യരേഖയിൽ നിന്ന് അധികം ദൂരം, ധ്രുവ പ്രദേശങ്ങളിലൊന്നും അല്ല, നമ്മൾ ഉത്തരായന രേഖ നമുക്ക് ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ഇന്ത്യക്ക് ഉണ്ട്. അതുകൊണ്ട് എന്ത് ഉപയോഗിക്കാൻ പറ്റും? ഈ പറയുന്ന പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സായ സോളാർ എനർജി നമുക്ക് മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇനി നോക്കാം, എങ്ങനെയാണ് താപം അളക്കുന്നത്? അന്തരീക്ഷ താപം അളക്കുന്നത് തെർമോമീറ്റർ എന്ന ഉപകരണത്തിന്റെ സഹായത്താലാണ്. അതിന് ഉഷ്ണമാപിനി എന്നാണ് മലയാളത്തിൽ പറയുന്നത്. തെർമോമീറ്ററിന് ഉഷ്ണമാപിനി എന്ന് പറയുന്നു. അപ്പോൾ അങ്ങനെ ഓപ്ഷൻ കണ്ടാലും മറന്നു പോകരുത്. ഉഷ്ണമാപിനിയാണ് തെർമോമീറ്റർ. അന്തരീക്ഷ താപം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ തെർമോമീറ്റർ ആണ്, അഥവാ ഉഷ്ണമാപിനിയാണ്. ഇത് ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്നീ ഏകകങ്ങളിലാണ് രേഖപ്പെടുത്തുന്നത്. അതായത് ടെമ്പറേച്ചർ രേഖപ്പെടുത്തുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ഡിഗ്രി സെൽഷ്യസ്, ഡിഗ്രി ഫാരൻഹീറ്റ് എന്ന് ഓർത്തു വയ്ക്കുക. ഇനി താപവും വായുവിന്റെ ചലനവും നോക്കാം. എല്ലാ പദാർത്ഥങ്ങൾക്കും ഭാരമുള്ളതുപോലെ തന്നെ എന്തിനും ഭാരമുണ്ട്? വായുവിനും ഭാരമുണ്ട്. അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരത്തിന് എന്തു പറയുന്നു? അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നു. എല്ലാ വസ്തുക്കൾക്കും ഭാരമുണ്ട്, അതുപോലെ അന്തരീക്ഷ വായുവിനും ഭാരമുണ്ട്. ഈ അന്തരീക്ഷവായു ചെലുത്തുന്ന ഭാരത്തിനെയാണ് നമ്മൾ എന്തു പറയുന്നത്? അന്തരീക്ഷ മർദ്ദം അഥവാ അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്ന് പറയുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഈ പറയുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ എന്താണ്? ബാരോമീറ്റർ ആണ്. അതിന് മർദ്ദമാപിനി എന്ന് പറയാറുണ്ട്, അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കുക. ബാരോമീറ്റർ ആണ്, നമുക്കറിയാം, അന്തരീക്ഷ മർദ്ദം അളക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. അതിന് മലയാളത്തിൽ പറയുന്നത് എന്താണ്? മർദ്ദമാപിനി എന്നാണ്. ഹെക്ടോ പാസ്കൽ, മില്ലി ബാർ എന്നീ ഏകകങ്ങളിലാണ് മർദ്ദം രേഖപ്പെടുത്തുന്നത്. ഇത് ഈ പറയുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ രേഖപ്പെടുത്തുന്ന യൂണിറ്റുകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ഹെക്ടോ പാസ്കലും മില്ലി ബാറുമാണെന്ന് ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ്? ഹെക്ടോ പാസ്കൽ, അതുപോലെ തന്നെ മില്ലി ബാർ. ഇവിടെ ഒരു മർദ്ദമാപിനി അഥവാ ബാരോമീറ്ററിന്റെ ഒരു ഫിഗറൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇനി വായു ചലിക്കുമ്പോഴാണല്ലോ അതിൻ്റെ സാന്നിധ്യം നാം അറിയുന്നത്. അന്തരീക്ഷത്തിൽ വായുവിൻ്റെ ചലനം എങ്ങനെയാണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. സൂര്യതാപത്താൽ ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു എന്ത് ചെയ്യുന്നു? വികസിക്കുന്നു, സാന്ദ്രത കുറഞ്ഞ് മുകളിലേക്ക് ഉയരുന്നു. അതായത് വികസിച്ച് കഴിയുമ്പോൾ സാന്ദ്രത കുറയുന്നു, മുകളിലേക്ക് ഉയരുന്നു. അതായത് സൂര്യ താപം കൊണ്ട് ചൂട് പിടിക്കുമ്പോൾ അന്തരീക്ഷ വായു വികസിക്കുന്നു, സാന്ദ്രത കുറയുന്നതുകൊണ്ട് മുകളിലേക്ക് ഉയരുന്നു. ഇത്തരത്തിലുള്ള വായുവിൻ്റെ ചലനത്തിലെ വായു പ്രവാഹങ്ങൾ അഥവാ എയർ കറൻസ് എന്ന് വിളിക്കുന്നു. ഇതിനെയാണ് വായു പ്രവാഹങ്ങൾ അഥവാ എയർ കറൻസ് എന്ന് വിളിക്കുന്നത്. വായുവിന്റെ സാന്ദ്രത കുറഞ്ഞത് മൂലം അവിടെ വായു മർദ്ദം കുറയുന്നു. വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം എന്ത് സംഭവിക്കുന്നു? സാന്ദ്രത കുറയുന്നതുകൊണ്ട് വായു മർദ്ദം കുറയുന്നു. മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്ക് വായു ചലിക്കുന്നു. വായുവിന്റെ ഇത്തരത്തിലുള്ള ചലനമാണ് കാറ്റ് എന്നറിയപ്പെടുന്നത്. ഇതാണ് മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശങ്ങളിലേക്കുള്ള വായുവിന്റെ ചലനത്തിനെയാണ് നമ്മൾ വിൻഡ് അഥവാ കാറ്റ് എന്ന് പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. അതായത് അന്തരീക്ഷ താപത്താൽ ചൂട് പിടിക്കുമ്പോൾ വായു വികസിച്ച് മുകളിലേക്ക് ഉയർന്നു, സാന്ദ്രത കുറയുന്നതുകൊണ്ടാണ്. അതുപോലെ ഇതിനെയാണ് ഇങ്ങനെയുള്ള വായുവിന്റെ ചലനത്തെ നമ്മൾ എയർ കറൻസ് അഥവാ വായു പ്രവാഹങ്ങൾ എന്ന് പറയുന്നു. വായുവിന്റെ സാന്ദ്രത കുറയുന്നത് മൂലം അവിടെ വായു മർദ്ദം കുറയുന്നു. പിന്നെ എന്ത് സംഭവിക്കുന്നു? മർദ്ദം കൂടിയ പ്രദേശങ്ങളിൽ നിന്ന് മർദ്ദം കുറഞ്ഞ പ്രദേശത്തേക്ക് വായു സഞ്ചരിക്കുന്നു. ഇത്തരത്തിലുള്ള വായുവിന്റെ ചലനമാണ് കാറ്റെന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് സുഖം പകരുന്ന ഇളം കാറ്റുകൾ മുതൽ നാശനഷ്ടങ്ങൾ വിതയ്ക്കുന്ന കൊടുങ്കാറ്റുകൾ വരെ ഭൂമിയിൽ അനുഭവപ്പെടാറുണ്ട്. അതൊക്കെ ഒന്ന് ജസ്റ്റ് ഓർത്ത് വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം, എന്താണ് കാറ്റാടി യന്ത്രങ്ങൾ? ശക്തിയായും തുടർച്ചയായും കാറ്റ് വീശുന്ന പ്രദേശങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ സ്ഥാപിച്ച് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനാകും. ഈ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സിനെ പരമാവധി പ്രയോജനപ്പെടുത്തിയാൽ വർദ്ധിച്ചു വരുന്ന ഊർജ്ജ പ്രതിസന്ധിക്ക് ആശ്വാസമാകും. ഇടുക്കി ജില്ലയിലെ രാമക്കൽമേട്, പാലക്കാട് ജില്ലയിലെ കഞ്ചിക്കോട് തുടങ്ങിയ സ്ഥലങ്ങളിൽ കാറ്റാടി യന്ത്രങ്ങൾ
യന്ത്രങ്ങൾ സ്ഥാപിച്ച് ഊർജ്ജോൽപാദനം നടത്താറുണ്ട്. അതൊന്ന് ഓർത്ത് വയ്ക്കുക. രാമക്കൽമേട് ഇടുക്കി ജില്ലയിലാണ്, കഞ്ചിക്കോട് പാലക്കാട് ജില്ലയിലാണ്. ഇവിടേക്ക് ഈ പറയുന്ന കാറ്റാടി യന്ത്രങ്ങൾ ഉപയോഗിച്ച് ഊർജ്ജോൽപാദനം നടത്തുന്നുണ്ട് എന്ന് ഓർത്ത് വയ്ക്കുക. അപ്പോൾ കാറ്റാടി യന്ത്രങ്ങൾ എന്താണ്? തുടർച്ചയായിട്ട് കാറ്റ് വീശുന്നിടത്ത് ഈ കാറ്റിൽ നിന്ന് എനർജി ഉണ്ടാക്കാൻ വേണ്ടി, വിൻഡ് എനർജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന യന്ത്രങ്ങളെയാണ് കാറ്റാടി യന്ത്രങ്ങൾ എന്ന് പറയുന്നതെന്ന് ഓർത്ത് വയ്ക്കുക. ഇനി കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? അനിമോമീറ്റർ ആണ്. അതായത് കാറ്റിന്റെ ദിശ അറിയുന്ന ഉപകരണം വിൻഡ് വെയിൻ ആണ്. അപ്പോൾ ഇതൊക്കെ പഠിച്ചു വയ്ക്കുക. കാറ്റിന്റെ വേഗത അളക്കുന്ന ഉപകരണം ഏതാണ്? അനിമോമീറ്റർ. ഏതാണ്? കാറ്റിന്റെ വേഗത അളക്കാൻ അനിമോമീറ്റർ, കാറ്റിന്റെ ദിശ അറിയാൻ വിൻഡ് വെയിൻ. അപ്പോഴത് മാറിപ്പോകരുത്. വേഗത അളക്കാൻ അനിമോമീറ്റർ, അതുപോലെ തന്നെ ദിശ അറിയാനാണ് വിൻഡ് വെയിൻ എന്ന് ഓർത്തു വയ്ക്കുക. ഇനി താപവും അന്തരീക്ഷത്തിലെ ജലവും നോക്കാം. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റി. അന്തരീക്ഷ താപം, ഭൂമിയിലെ ജലലഭ്യത തുടങ്ങിയ ഘടകങ്ങൾ ഒരു പ്രദേശത്തെ ആർദ്രതയെ സ്വാധീനിക്കുന്നു. എന്തൊക്കെയാണ്? ഒരു പ്രദേശത്തിന്റെ അന്തരീക്ഷ താപം, അതുപോലെ തന്നെ ഭൂമിയിലെ ജലലഭ്യത, ഇവയൊക്കെയാണ് എന്തിനെ സ്വാധീനിക്കുന്നത്? ഒരു പ്രദേശത്തിന്റെ ആർദ്രത അഥവാ ഹ്യൂമിഡിറ്റിയെ സ്വാധീനിക്കുന്നത്. ഹ്യൂമിഡിറ്റി എന്താണ്? അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന ജലാംശത്തിനെയാണ് നമ്മൾ ഹ്യൂമിഡിറ്റി എന്ന് പറയുന്നത്. ഇനി ഹ്യൂമിഡിറ്റി അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? ഹൈഗ്രോമീറ്റർ അഥവാ ആർദ്രതാ മാപിനിയാണ്. ആർദ്രതാ മാപിനി അഥവാ ഹൈഗ്രോമീറ്റർ. നമ്മൾ ഹൈഗ്രോമീറ്റർ എന്നാണ് എപ്പോഴും കാണുന്നത്. ഹൈഗ്രോമീറ്റർ ആണ് ഈ പറയുന്നത് ഹ്യൂമിഡിറ്റി അളക്കുന്ന ഉപകരണം അഥവാ ആർദ്രത അളക്കുന്ന ഉപകരണം എന്ന് ഓർത്തു വയ്ക്കുക. ഇനി നമുക്ക് നോക്കാം. ഒരു കപ്പിൽ നിറയെ നമ്മൾ ഐസ് കഷ്ണങ്ങൾ നിക്ഷേപിച്ചു എന്ന് കരുതുക. കപ്പിന് പുറത്ത് നേർത്ത ജലകണികകൾ ഒറ്റിപ്പിടിച്ചു വരുന്നതായിട്ട് കാണാം. കൂടുതൽ തണുക്കും തോറും എന്ത് സംഭവിക്കുന്നു? ഈ ജലകണികകളുടെ വലിപ്പം കൂടി വരികയും അത് ഈ കപ്പിന്റെ സൈഡിൽ കൂടെ ഒലിച്ചിറങ്ങുകയും ചെയ്യുന്നു. ഈ ജലകണികകൾ എങ്ങനെയാണ് വന്നതെന്ന് നോക്കാം. അതായത് അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവി കപ്പിന്റെ തണുത്ത പ്രതലത്തിൽ തട്ടി തണുക്കുമ്പോൾ അത് ജലകണികകളായി മാറി അവിടെ പറ്റിപ്പിടിക്കുന്നു എന്നാണ്. അന്തരീക്ഷ വായുവിൽ അടങ്ങിയിരിക്കുന്ന നീരാവിയാണ് ഈ കപ്പിന്റെ സൈഡിൽ പറ്റിപ്പിടിച്ച് ജലകണികകളായിട്ട് മാറി വരുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. നീരാവി തണുത്ത് ജലമായി മാറുന്ന ഈ പ്രക്രിയയെ എന്ത് പറയുന്നു? കണ്ടൻസേഷൻ അഥവാ ഘനീകരണം എന്ന് പറയുന്നു. പഠിച്ചു വയ്ക്കണം. നീരാവി ഘനീഭവിച്ച് ജലമായി വരുന്നതിനെ ഘനീകരണം അഥവാ കണ്ടൻസേഷൻ എന്നാണ് വിളിക്കുന്നത്. നീരാവി തണുത്ത് ജലമായി മാറുന്നത് എന്താണ്? ഘനീകരണം അഥവാ കണ്ടൻസേഷൻ. ഭൂമിയിൽ നിന്ന് അന്തരീക്ഷത്തിൽ എത്തുന്ന നീരാവി ഘനീഭവിച്ച് നേർത്ത ജലകണികകളായിട്ട് മാറുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോൾ ഘനീകരണ പ്രക്രിയ വളരെ വേഗത്തിൽ നടക്കുന്നു. അന്തരീക്ഷ ഊഷ്മാവ് കുറയുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ഘനീകരണ പ്രക്രിയ വേഗത്തിൽ നടക്കുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അന്തരീക്ഷത്തിൽ അടങ്ങിയിരിക്കുന്ന നേർത്ത പൊടിപടലങ്ങളെ, അതായത് എയറോസോൾസിനെ കേന്ദ്രമാക്കി നീരാവി ഘനീഭവിക്കുന്നു. ഈ ജലകണികകൾ കൂടിച്ചേർന്നാണ് മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത്. അതായത് അന്തരീക്ഷത്തിലെ നീരാവി ഈ പറയുന്ന അന്തരീക്ഷത്തിലെ പൊടിപടലങ്ങളെയൊക്കെ കേന്ദ്രീകരിച്ച് ഈ കൂടിച്ചേർന്നാണ് എന്ത് സംഭവിക്കുന്നത്? മേഘങ്ങൾ അഥവാ ക്ലൗഡ്സ് രൂപം കൊള്ളുന്നത് എന്ന് ഓർത്ത് വയ്ക്കുക. നമ്മൾ പഠിച്ചു വയ്ക്കേണ്ടത് നീരാവി ജലമായി മാറുന്നതിനെ ഘനീകരണം അഥവാ കണ്ടൻസേഷൻ എന്ന് വിളിക്കുന്നു. ഇനി അന്തരീക്ഷത്തിലെ നീരാവി ഘനീഭവിക്കുന്നതിലൂടെ മേഘങ്ങൾ മാത്രമല്ല രൂപം കൊള്ളുന്നത്, കൂടാതെ മൂടൽമഞ്ഞ്, തുഷാരം തുടങ്ങിയവയൊക്കെ ഘനീകരണത്തിന്റെ മറ്റു രൂപങ്ങളാണെന്ന് ഓർത്തു വയ്ക്കേണ്ടതാണ്. മൂടൽമഞ്ഞ്, തുഷാരം. അതായത് താഴ്വരകളിലും ജലാശയങ്ങൾക്കും മുകളിലും പുക പോലെ നേർച്ച ജലകണികകൾ തങ്ങി നിൽക്കുന്നതിനെയാണ് നമ്മൾ മൂടൽമഞ്ഞ് അഥവാ ഫോഗ് എന്ന് വിളിക്കുന്നത്. അതാണ് താഴ്വരകളിൽ അതുപോലെ ജലാശയങ്ങളുടെ മുകളിലൊക്കെ ഒരു പുക പോലെ കാണപ്പെടുന്ന ജലകണികകൾ തങ്ങി നിൽക്കുന്നതിനെ എന്ത് പറയുന്നു? ഈ പറയുന്ന നമ്മൾ മൂടൽ മഞ്ഞ് അഥവാ ഫോഗ് എന്ന് വിളിക്കുന്നു. ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇനി തണുപ്പുള്ള പ്രഭാതങ്ങളിൽ പുൽനാമ്പുകളിലും മറ്റും പ്രതലങ്ങളിലും ജലകണികകൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെയാണ് തുഷാരം അഥവാ ഡ്യൂ എന്ന് പറയുന്നത്. തുഷാരം അഥവാ ഡ്യൂ എന്താണ്? ഈ തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ ഈ ചെറിയ പുൽനാമ്പുകളിലൊക്കെ ഇങ്ങനെ വെള്ളത്തുള്ളികൾ പറ്റിപ്പിടിച്ചിരിക്കുന്നതിനെയാണ് തുഷാരം അഥവാ ഡ്യൂ എന്ന് പറയുന്നത്.
ഇനി ഐസ് കഷ്ണങ്ങൾ നിക്ഷേപിച്ച കപ്പിന് പുറത്ത് നമ്മൾ കണ്ടു ജലകണികകൾ ഉണ്ടായി. അവ വലിപ്പം വർദ്ധിക്കുന്നതനുസരിച്ച് താഴേക്ക് നീങ്ങുന്നൊക്കെ കണ്ടു. ഇനി കൂടുതൽ ഘനീഭവിക്കുന്നതിലൂടെ ജലകണികകളുടെ വലിപ്പവും ഭാരവും കൂടുന്നത് കൊണ്ടാണ് ഭൂമിയുടെ ഗുരുത്വാകർഷണത്തിന് വിധേയമായി അവ താഴേക്ക് നീങ്ങുന്നത്. എന്തുകൊണ്ടാണ്? ഈ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലത്തിന്റെ ഗുരുത്വാകർഷണ ബലം മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ ജലകണികകൾ താഴേക്ക് നീങ്ങുന്നത് എന്ന് ഓർത്തു വെക്കാം. ഇതുപോലെ മേഘങ്ങളിലെ ജലകണികകളുടെ വലിപ്പം കൂടുമ്പോൾ അന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കാനാവാതെ അവ ഭൂമിയിലേക്ക് പതിക്കുന്നു. ഇതിനെ വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നു. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസങ്ങൾ വർഷണത്തിന്റെ വിവിധ രൂപങ്ങൾക്ക് കാരണമാകുന്നു. നമ്മൾ കൂടുതലായിട്ടും വർഷണം എന്ന് വെച്ചാൽ മഴയാണ് ഉദ്ദേശിക്കുന്നത്. എന്നാൽ വിവിധ രൂപങ്ങളിൽ വർഷണം നടക്കാറുണ്ട്. അത് അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം കൊണ്ടാണ്. അതായത് അന്തരീക്ഷത്തിൽ ഈ പറഞ്ഞ പൊടിയൊക്കെ ബേസ് ചെയ്തിട്ട് വരുന്ന അതിന് ചുറ്റും കേന്ദ്രീകരിച്ച് വരുന്ന ജലകണികകൾക്ക് ഭാരം കൂടിക്കഴിഞ്ഞാൽ അതിന് അന്തരീക്ഷത്തിൽ നിൽക്കാൻ പറ്റാതെയാവുന്നു. അതായത് ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം മൂലം അത് താഴേക്ക് പതിക്കുന്നു. അതിനെയാണ് നമ്മൾ വർഷണം അഥവാ പ്രസിപ്പിറ്റേഷൻ എന്ന് പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. വിവിധ രൂപത്തിലുള്ള വർഷണം എന്താന്ന് നോക്കാം. ആദ്യത്തെയാണ് മഴ. അതായത് ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഴ. നമുക്കറിയാം ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തിന് എന്ത് പറയുന്നു? മഴ എന്ന് പറയുന്നു. അതുപോലെ രണ്ടാമത്തേതാണ് മഞ്ഞുവീഴ്ച. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ് മഞ്ഞുവീഴ്ച. നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണത്തിനാണ് എന്ത് വിളിക്കുന്നത്? മഞ്ഞുവീഴ്ച എന്ന് വിളിക്കുന്നത്. ഇനി ആലിപ്പഴം എന്താണ്? മഞ്ഞ് കട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണ് ആലിപ്പഴം. അതായത് അന്തരീക്ഷത്തിലെ താപനില അനുസരിച്ചാണ് വർഷണം ഇങ്ങനെ പല രീതിയിൽ നടക്കുന്നത്. മഴയാണെങ്കിൽ ജലകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ്. മഞ്ഞുവീഴ്ചയാണെങ്കിൽ നേർത്ത ഹിമകണികകളുടെ രൂപത്തിലുള്ള വർഷണമാണ്. ആലിപ്പഴമാണെങ്കിൽ മഞ്ഞുകട്ടകളുടെ രൂപത്തിലുള്ള വർഷണമാണെന്ന് ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം. മഴ അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മഴമാപിനി അഥവാ റെയിൻ ഗേജ് ആണ്. സെന്റിമീറ്റർ, ഇഞ്ച് എന്നീ യൂണിറ്റുകളാണ് മഴ രേഖപ്പെടുത്തുന്നത്. മഴ അളക്കുന്നതിനുള്ള ഉപകരണം ഏതാണ്? മഴമാപിനി അഥവാ റെയിൻ ഗേജ് ആണെന്ന് പഠിച്ചു വയ്ക്കുക. അവിടെ സെന്റിമീറ്ററും ഇഞ്ചുമാണ്, യൂണിറ്റ്സും കൂടെ പഠിച്ചു വയ്ക്കാം. ഇനി മർദ്ദവ്യത്യാസങ്ങൾ, കാറ്റുകൾ, ആർദ്രത, ഘനീകരണം, വർഷണം തുടങ്ങിയ അന്തരീക്ഷ പ്രതിഭാസങ്ങൾക്കെല്ലാം കാരണമാകുന്നത് എന്താണ്? സൗരോർജ്ജ ലഭ്യതയുടെ ഏറ്റക്കുറച്ചിലാണെന്ന് നമ്മൾ ഓർത്തു വെക്കുക. ഇനി നമുക്ക് നോക്കാം. ദിനാന്തരീക്ഷ സ്ഥിതിയും കാലാവസ്ഥയും എന്താണെന്ന് നോക്കാം. ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയ്ക്കാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് പറയുന്നത്. എന്താണ്? ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ് ദിനാന്തരീക്ഷ സ്ഥിതി അഥവാ വെതർ എന്ന് പറയുന്നത്. നമ്മൾ വെതർ എന്ന് പറയുന്നത് എന്താണ്? അതിനെയാണ് ദിനാന്തരീക്ഷ സ്ഥിതി എന്ന് മലയാളത്തിൽ പറയുന്നത്. അതെന്തായിരിക്കും? ഒരു നിശ്ചിത സമയത്ത് ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന അന്തരീക്ഷ അവസ്ഥയാണ്. എന്നാൽ ദീർഘകാലമായി ഒരു പ്രദേശത്ത് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ശരാശരിക്കാണ് എന്ത് പറയുന്നത്? കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത്. ഈ ഒരു നിശ്ചിത പ്രദേശത്ത് കുറച്ച് കാലമായിട്ട് അനുഭവപ്പെടുന്ന ദിനാന്തരീക്ഷ സ്ഥിതിയുടെ ഈ പറയുന്ന ആവറേജിനെ അല്ലെങ്കിൽ ശരാശരിയാണ് നമ്മൾ കാലാവസ്ഥ അഥവാ ക്ലൈമറ്റ് എന്ന് പറയുന്നത് എന്ന് ഓർത്തു വെക്കുക. മാറിപ്പോകരുത്. ദിനാന്തരീക്ഷ സ്ഥിതി വെതർ ആണെങ്കിൽ കാലാവസ്ഥയാണ് ക്ലൈമറ്റ് എന്ന് ഓർത്തു വെക്കുക. ഇനി ഭൂമിയിലെ ചില മനുഷ്യപ്രവർത്തനങ്ങൾ കാലാവസ്ഥയെ ദോഷകരമായിട്ട് ബാധിക്കുന്നുണ്ട്. അതായത് കൽക്കരി, പെട്രോളിയം തുടങ്ങിയ ഫോസിൽ ഇന്ധനങ്ങൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നതിലൂടെ അന്തരീക്ഷത്തിൽ വർദ്ധിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ് തുടങ്ങിയ വാതകങ്ങൾ അന്തരീക്ഷത്തിന്റെ ശരാശരി താപനില വർദ്ധിക്കുന്നതിന് കാരണമാകുന്നു. അതുപോലെ ഫോസിൽ ഇന്ധനങ്ങൾക്ക് പകരം നമ്മൾ സൗരോർജ്ജം, കാറ്റിൽ നിന്നുള്ള ഊർജം തുടങ്ങിയ പാരമ്പര്യേതര ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം കൂട്ടുന്നത് ഇതൊരു അളവ് വരെ പരിഹാരമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഫോസിൽ ഇന്ധനങ്ങൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ കാർബൺ ഡൈ ഓക്സൈഡും കാർബൺ മോണോക്സൈഡും അന്തരീക്ഷത്തിലേക്ക് കൂടുതൽ വരികയും നമ്മുടെ താപനില അത് കൂട്ടാൻ കാരണമാകുകയും ചെയ്യുന്നു എന്നാണ് ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷനായിട്ട് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇത്രയാണ് ഈ ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് വരുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ മറ്റ് ക്ലാസ്സുകളിലെ സോഷ്യൽ സയൻസിൻ്റെയും ബേസിക് സയൻസിൻ്റെയും ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ മറക്കാതെ കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക. എന്തെങ്കിലും അഭിപ്രായങ്ങളോ നിർദ്ദേശങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. അതുപോലെ തന്നെ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ മറ്റൊരു ചാപ്റ്ററുമായിട്ട് കാണാം. താങ്ക് യു.